നമസ്കാരം. പതിരും കതിരും. പണ്ട് കണ്ടൊരു ഹാസ്യനാടകത്തിലെ രംഗം ഓർത്തുപോയി. ഭർത്താവ് കുടിച്ച് ബോധം കെട്ട ചന്തക്കല്ലെങ്കിൽ കിടക്കുകയാണ്. ഉടുതുണിയില്ല. ഭാര്യ അലമുറയിട്ട് കൊണ്ട് ഓടി വന്ന് നെഞ്ചത്തടിച്ച് ഇപ്രകാരം ഒരു പാട്ടങ്ങ് തട്ടി: വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ കോണകവും അഴിഞ്ഞയ്യോ ശിവശിവ. ഉടുതുണിയും ഉത്തരീയവും അഴിഞ്ഞ് വെറുനിലത്ത് കിടക്കുന്ന പാർട്ടിയെ കണ്ട് കമ്മികൾ കരയുന്നതും ഇതുപോലെ നെഞ്ചത്തടിച്ചാണ്. വീണിതല്ലോ കിടക്കുന്നു പാർട്ടി ചെങ്കൊടി അഴിഞ്ഞയ്യോ ശിവശിവ. കർമ്മദോഷത്താൽ വരുന്ന രോഗങ്ങൾക്ക് ചെമ്മേ കഷായം കഴിച്ചാൽ ഫലിപ്പതുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ കമ്മ്യൂണിസത്തെ ബാധിച്ചിരിക്കുന്ന കർമ്മവ്യാധിക്ക് ഇനി കഷായമില്ല. ചർമ്മകാന്തിയിൽ മാത്രം വിശ്വസിച്ചും പൗരപ്രമുഖരെ മാമൂട്ടിയും ഭൗതികവാദം നാലായി മടക്കി വേണ്ടാത്തിടത്ത് വെച്ചും കപടഭക്തിയും കള്ളസിദ്ധാന്തവും ഉഡായിപ്പ് സ്ത്രീ സുരക്ഷയും കൈമുതലാക്കിയും ധൂർത്തും ധിക്കാരവും ജൈവ സ്വഭാവമാക്കിയും ഭഗവാന്മാരുടെ ഉത്തരീയവും കഴുക്കോലും വരെ വിറ്റുതിന്നും ജീവിച്ചു വരുന്ന ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനം കോണകമഴിഞ്ഞ് മണ്ണിൽ കിടക്കുന്ന കാഴ്ച കണ്ടാൽ പട്ടിണിയും പരിവട്ടവും ദുഃഖവുമാണെങ്കിലും അതെല്ലാം മറന്ന് മനുഷ്യൻ പൊട്ടിച്ചിരിക്കും. തദ്ദേശഫലം വന്നതോടെ പിണറായി വിജയൻ ഉച്ചയൂണ് ഉപേക്ഷിച്ചു പാൽക്കഞ്ഞിയാക്കി എന്നാണ് കേട്ടത്. അതും കമലേട്ടത്തി വളരെ നിർബന്ധിച്ച് കുറച്ച് കഞ്ഞിയെടുക്കട്ടെ എന്ന് ആവർത്തി ചോദിച്ചതുകൊണ്ട് മാത്രം. ഗോവിന്ദൻ 2 ചൊറിയൻ ചേമ്പ പുഴുങ്ങി ചൂടോടെ അങ്ങ് തട്ടി. ബേബി സാർ അവധൂതനെ പോലെ തോൾസഞ്ചിയും തൂക്കി എവിടെയോ അലയുകയാണ് സുഹൃത്തുക്കളെ. മാധ്യമങ്ങൾ ഉച്ച മുതലേ AKG സെൻറ്ററിൻ്റെ മുമ്പിൽ കാത്തു നിൽക്കുകയാണ്. ഒരൊറ്റ തല പോലും പുറത്ത് കാണാനേയില്ല. അവർ തിരിച്ചു പോകാൻ തുടങ്ങി. അപ്പോഴതാ പാത്രം തട്ടിമറിയുന്ന ഒരു ശബ്ദം. അത് കേട്ടവർ മേലോട്ട് നോക്കി. 5ാം നിലയിലെ അടുക്കളയിൽ നിന്നും പുക പുറത്തേക്ക് വരുന്നു. അതോടെ അകത്താളുണ്ടെന്ന് മനസ്സിലായി. മനുഷ്യൻ്റെ ഒച്ചയോ നിശ്വാസങ്ങളോ പക്ഷേ കേൾക്കാനുമില്ല. പുറത്തു വന്നാൽ അമൂർത്തമായ സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണം എന്നറിയാതെ ഗോവിന്ദൻ തല പിൻവലിച്ചു. AKG സെൻറ്റർ ഇരിക്കുന്ന വാർഡിൽ പോലും പാർട്ടി തോറ്റു തുന്നം പാടി. 6 നിലകളിൽ ഈ സെൻറ്റർ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത് ഒരുത്തനും സുഖിക്കുന്നില്ല. അവസാന ലാപ്പിൽ താനടിച്ച സ്ത്രീലമ്പട പരാമർശം ഏശാതെ പോയതിൻ്റെ കുണ്ഠിതത്തിലാണ് പിണറായി വിജയൻ. വന്ന് ഒരുത്തനും അതിലും വീഴുന്ന ലക്ഷണമല്ല. നമ്മളിനി എന്തു ചെയ്യും സഖാക്കളെ? ജനങ്ങൾ CPMൻ്റെ തൊലി ഉരിക്കുകയാണല്ലോ ഉത്തമ. നമ്മൾ എന്തെല്ലാം ഈ പാവങ്ങൾക്ക് കൊടുത്തു. മാമാ മണിയാശാൻ പറഞ്ഞത് എത്രയോ സത്യമാണ്. എല്ലാം മേടിച്ച് ഭക്ഷിച്ചിട്ട് നന്ദികേട് കാണിച്ചില്ലേ ജനം? ഇവന്മാർക്ക് എന്തിൻ്റെ കുറവായിരുന്നു? ഖജനാവിൽ കാശില്ലാഞ്ഞിട്ട് ഇടുക്കി കുഞ്ചിത്തണ്ണിയിലെ മണിയുടെ വീടിൻ്റെ അടിയാധാരം കൊണ്ടുപോയി കേരള ബാങ്കിൽ പണയം വെച്ചും പിണറായി വിജയൻ്റെ മുണ്ടകപ്പാടത്തെ 1000 പറ നെല്ല് അരിക്കച്ചവടക്കാർക്ക് കൊടുത്തുമല്ലേ നമ്മൾ പെൻഷൻ കടം തീർത്തത്. പിണറായി വിജയൻ്റെ സ്ത്രീലമ്പട പരാമർശത്തിൽ 2ാം ഘട്ടം തൂത്തുവാരുമെന്ന് നനച്ചും സംസ്ഥാനത്തെ ഇന്ന് ഇടതു തരംഗമെന്ന് കരുതി പോസ്റ്റിട്ടും കിടന്നുറങ്ങിയ കമ്മികൾ ഇന്ന് പുലർന്നപ്പോൾ കണ്ടത് പനമ്പായിൽ തീർത്ത് കെട്ടിവെച്ച ഈ പാർട്ടിയാണ് സുഹൃത്തുക്കളെ. കണ്ണൂരിൽ രാകേഷ് കവചത്തിൻ്റെ വാർഡിലും പാർട്ടി തോറ്റുപോയി. ന്യൂയോർക്ക് പോലും കൊതിച്ചുപോയ മേയറൂട്ടി കാരണം തലസ്ഥാനത്തിന് തലയില്ലാതായി പാർട്ടിക്ക്. കുട്ടിയെ കൺവെട്ടത്തിറങ്ങാച്ചിട്ട് പോലും ഇത്രയും വലിയ പരാജയം. അപ്പോൾ പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? കുട്ടി കോർപ്പറേഷൻ്റെ ഏതെങ്കിലും ഒരു വാർഡിൽ മത്സരിച്ചാലത്തെ അവസ്ഥ എന്താകുമായിരുന്നു? ചിന്താ ജെറോം കാരണം കൊല്ലം മുഴുവൻ ഇടതുകക്ഷത്തിൽ നിന്ന് പോയി. ചിന്ത ഏതെങ്കിലും ചർച്ചയിലൊന്ന് വാതുറന്നാൽ 9 തോൽക്കും. ഇതാണ് അവസ്ഥ. കൊല്ലത്ത് ABCയുടെ ശീതീകരിച്ച വന്ധ്യംകരണം നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു ചർച്ചയിൽ ജനം പരിഹസിച്ച് ചിരിക്കുന്നത് കേട്ടു ഈ ചിന്തയെ. ഇതൊരുമാതിരി ശീതീകരിച്ച വന്ധ്യംകരണമായി പോയി ജനം പാർട്ടിക്ക് നൽകിയത്. ഷാഫിക്ക എന്ന് വിളിച്ച് UDFകാർ റീൽസ് ഇടുന്നത് കണ്ട് മരുമോനും ഒരു കൊതി. കോഴിക്കോട്ടെ സഖാക്കളെ കൊണ്ട് റിയാസ് ഖാ എന്ന് വിളിച്ച് ഒരു റീൽസ് ഇട്ടു. അതിൻ്റെ ഒരു ഗുണമുണ്ടായി. റിയാസിക്കയുടെ വാർഡായ കോഴിക്കോട്ടെ മീഞ്ചന്ത വാർഡിൽ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുസാഫിർ 7 നിലയിൽ അങ്ങ് പൊട്ടി. രാഹുലിൻ്റെയും മുകേഷിൻ്റെയും തീവ്രത അളക്കാൻ വന്ന മഹിളാ സഖാത്തിയുണ്ടല്ലോ ലസിത നായർ, അവരെ ജനം ശരിക്കും പന്തളത്ത് ചൂലെടുത്തടിച്ച് പുറത്താക്കി. മണിയാശാൻ ഇത്ര പ്രകോപനമുണ്ടാക്കാൻ കാരണക്കാരൻ നമ്മുടെ ശിവൻകുട്ടി മാമനാണ്. ഇന്നലെ മണിയാശാനിൻ്റെ പിറന്നാൾ ദിവസമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആശംസ നേർന്ന ശിവൻകുട്ടി ഇങ്ങനെ എഴുതി: മണിയാശാനെ, നാളെ വിജയാഘോഷം, ഇന്ന് പിറന്നാളാഘോഷം. ഇന്ന് രാവിലെ മണികിണി നോക്കുമ്പോൾ പാർട്ടി അടപടലം പറഞ്ഞു താണ്ട കിടക്കുന്നു. അതോടെ മണിക്ക് കലിയായി. ഉണ്ടചോറിന് നന്ദി വേണമെന്നായി. എന്തിൻ്റെയെല്ലാം കണക്കുകളാണ് പിണറായി വിജയൻ എന്ന മുതുകൂത്ത് മുഖ്യനോട് ജനം ഇന്ന് ചോദിച്ചത്? എന്തുവാ പിണറായി ജനങ്ങൾ മറക്കേണ്ടത്? അവരൊന്നും മറന്നിട്ടില്ല.
എണ്ണി എണ്ണി കണക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇക്കണ്ടതൊന്നും കണക്കല്ല മന്നവ എന്ന് എഴുത്തച്ഛൻ പാടിയത് ഓർമ്മിപ്പിക്കാം. പടയിലും പന്തിയിലും ജനമനസ്സുകളിലും പച്ച മണ്ണിലും നിങ്ങൾ തോറ്റു സഖാവേ. അരമുറി കരിക്കും തന്ന് അരത്തൊണ്ടു കള്ളും തന്ന് നേരം പോയ നേരത്തും കൊല കൊല്ലിണിയേ എന്ന് പണ്ടത്തെ പണിയാളർ ജന്മികളോട് ചോദിച്ചിട്ടുണ്ട്. ആ ജന്മികളെപ്പോലെ ഭരണത്തിൻ്റെ അവസാന വർഷം കാൽത്തുട്ടിൻ്റെ പെൻഷൻ കൂട്ടിയും പണ്ടെങ്ങോ 1.25 ചക്രത്തിൻ്റെ കിറ്റ് നൽകിയത് പറഞ്ഞും മാസം തികയാത്ത ഏതോ ഒരുത്തൻ്റെ ഗർഭത്തിന് താരാട്ടുപാടിയും മനുഷ്യനെ പറ്റിക്കാമെന്ന് ഇനി മേലിൽ നിങ്ങൾ ചിന്തിക്കരുത് വിജയൻ സാറേ.